ഹലോ, നമുക്കൊന്നിൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചാച്ചത്, സവാള, തക്കാളി, പിന്നെ തൈര്, മല്ലിയില, പുതിനയില, പിന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് ഇത്. ബദാമും കാഷ്യും കസ്കസും കൂടെ അരച്ച് വെച്ചാണ്. പിന്നെ കുറച്ച് റോസ് വാട്ടർ നെയ്യൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേ ബസ്മതി റൈസ് ഇവിടെ നമ്മൾ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഹോൾ മസാലയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇറച്ചി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തൊക്കെ മസാലയാണെന്ന് എനിക്ക് സത്യമായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്തൊക്കെയോ പൊടികളൊക്കെയാണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ എല്ലാ പൊടികളും ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതേ തക്കാളി ഇട്ട് വഴറ്റുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് വലിയമ്മച്ച് ചോദിക്കാൻ നേരി എന്താ ചെയ്യുന്നത്, വീഡിയോ എടുക്കുകയാണോ എന്ന്. അപ്പോൾ ഇതേ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ബദാമും കാഷ്യൂനട്ടും കസ്കസും, ഇതാണ് കേട്ടോ അതിൻ്റെ റിച്ച്നെസ്സിൻ്റെ മെയിൻ സാധനം. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇറച്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രേവി സെറ്റായിട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഗ്രേവി സെറ്റായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യിൽ കശുവണ്ടിയും മറ്റേ കിസ്മിസ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് ലെയറായിട്ട് വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ അമ്മ മൊത്തത്തിൽ അങ്ങോട്ട് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അടിയിൽ ഫുള്ള് ഗ്രേവി വെച്ചിട്ട് പൊക്കത്ത് ചോറ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ബിരിയാണി സെറ്റായി. നല്ല അടിപൊളിയായിട്ടുള്ള റിച്ച് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. സെയിം റെസിപ്പി നമുക്ക് ചിക്കനിലും വെക്കാം. അപ്പം നമ്മുടെ ജോലി സ്ഥലത്ത് അവരുണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അത്. ഇത് തുറന്നപ്പോഴത്തേക്കും തന്നെ നല്ല അടിപൊളിയായി മണം വരുന്നുണ്ട്. അപ്പോൾ അമ്മ അതേ വിളമ്പി തരാൻ എടുക്കുകയാണ് കേട്ടോ. അമ്മ എപ്പോഴും ഒരുപാട് ഇങ്ങനെ ചോറ് വിളമ്പി തരിക. അപ്പോൾ ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞ് എടുത്തിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഈ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്